വന്നിരുന്നു വലിയ തത്വമൊന്നും ഇവിടെ പഠിപ്പിക്കാൻ വേണ്ട. അതൊക്കെ നാലായി ജെയ്സി തോമസ് ചുരുട്ടി മടിയിൽ വെച്ചാൽ മതി, ഞങ്ങളെ പഠിപ്പിക്കുകയും വേണ്ട. സ്വന്തം ഞരമ്പിന് രോഗമുണ്ടോ എന്നുള്ളത് ജയിക്കൊന്ന് ചർച്ച കഴിഞ്ഞിരുന്ന് കേൾക്കണം. എന്നിട്ട് സ്വയം കണ്ണാടിയുടെ മുമ്പിലിരുന്നു കൊണ്ട് മാന്യത എന്താണ് എന്ന് പഠിക്കുമോനെ ജയിക്കെ. നല്ല ചോദ്യം. അതിന് 2003 ഗവൺമെന്റ് ഉത്തരവ് ഇറക്കിയവന്മാരുടെ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. എന്താ രാമേന്ദ്ര പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാ. ഇപ്പൊ ഞങ്ങൾ ശരിയാക്കും, ഇപ്പൊ ഞങ്ങൾ തല വെട്ടിയെടുക്കും, ഇപ്പൊ ഞങ്ങൾ പൂട്ടിക്കെട്ടും. കാലം എത്രയായി എന്റെ കോൺഗ്രസ് നേതാവേ. ഇതേപോലെ കോപ്പി അടിച്ച് ഡീബാർ ചെയ്തിട്ടില്ലാത്ത അന്തസ്സുള്ള വക്കീലന്മാർ വേറെ വല്ലവന്മാർ നിങ്ങളുടെ പാർട്ടിക്കുണ്ടോ? ഉണ്ടെങ്കിൽ അവന്മാരെ വിളിച്ചോണ്ട് വാ. 4 നേരം വാർത്താ സമ്മേളനം നടത്തി ഇതാണ് ആ രേഖ, ഇതാണ് ആ രേഖ എന്ന് പുലമ്പിക്കൊണ്ട് നടക്കുന്ന ഡീബാർ ചെയ്തിട്ടില്ലാത്ത കോട്ടക്കോപ്പി അടിക്ക് പിടികൂടിയിട്ടില്ലാത്ത അന്തസ്സുള്ള വക്കീലന്മാർ എല്ലാവരും ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് വാർത്താ സമ്മേളനം നടത്തി. നമ്മുടെ ലൈഫിന്റെ പ്രശ്നമാണ്. ബഹുമാനപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ തിരിച്ചറിയേണ്ടത് കേരളത്തിലെ കോൺഗ്രസ് നമ്മൾ അർത്ഥശങ്കകൾക്കിടയില്ലാത്ത വണ്ണം പുതുതലമുറ കോൺഗ്രസ് രാഷ്ട്രീയമായി ഞരമ്പ് രോഗികളുടെ ഒരു പുതുസംഘമായി മാറിയിരിക്കുന്നു. നാണമുണ്ടോ കോൺഗ്രസ് നേതാവേ? ഉടുമുണ്ട് പൊക്കി കേരളത്തിലെ വനിതാ സമൂഹത്തെ മുഴുവൻ കാണിച്ചു നടക്കുന്ന ഒരുത്തന്റെ വക്കാലത്തുമായിട്ട് മാതൃഭൂമി പോലെ ഒരു ന്യൂസ് ഫ്ലോറിൽ വന്നിരിക്കാൻ നാണമുണ്ടോ എന്ന് ഞാൻ മാത്രമല്ല ചോദിക്കുന്നത്, ഈ നാട്ടിലെ അന്തസ്സുള്ള മുഴുവൻ മലയാളികളുടെയും ചോദ്യമാണ്. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നിർവചിക്കാൻ രാഷ്ട്രീയ ഞരമ്പ് രോഗം ബാധിച്ച പുതിയ ഒരു അഭിഭാഷകനായി മാത്രമാണ് ഈ സംഘം കോടതിയിൽ എത്തിയിട്ടുള്ളത്. ഞങ്ങൾ പറഞ്ഞതല്ല. വിധി പ്രസ്താവത്തിൽ ഇംഗ്ലീഷ് അല്പം വായിക്കാൻ കഴിയുന്ന മുഴുവൻ മലയാളികൾക്കും എഴുതി വെച്ചിട്ടുണ്ട്. അത് വായിച്ചിട്ട് വേണം ഇവിടെ വന്ന് തോറ്റ കേസിന്റെ വക്കാലത്തുമായിട്ട് വന്നിരുന്ന ചർച്ചയ്ക്കിരിക്കാൻ. ഞാൻ ഇവിടത്തെ 3 പ്രാവശ്യം തോറ്റ CPM-ന്റെ ഒരു ചെറിയ നേതാവിനോട്, അദ്ദേഹത്തിന്റെ നേതാവിനെ ഗണേഷ് കുമാർ തന്നെ ഉപയോഗിക്കുന്ന ഞരമ്പ് രോഗിയുടെ അനുയായിയോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ബാംഗ്ലൂർ ഹൈക്കോടതിയുടെ വിധി പ്രകാരം വീണ വിജയൻ തട്ടിപ്പുകാരിയാണ് എന്നുള്ളത് 3 പ്രാവശ്യം തോറ്റ CPM-ന്റെ പ്രതിനിധി അംഗീകരിച്ചാൽ മതി. അപ്പോൾ അതിന്റെ പുറകിലേക്ക് മറ്റു കാര്യങ്ങൾ വന്നോളാം. അങ്ങനെ രണ്ടിടത്ത് 2 നിലപാട് പറ്റില്ലല്ലോ. രമേശ് ചെന്നിത്തലയെ വിളിച്ച് കരഞ്ഞു, ED വന്നു, അടുക്കള കയറി, എനിക്ക് ഈ മുള്ളാൻ മുട്ടുന്നു, നേരെ നിൽക്കാനാകുന്നില്ല, അതുകൊണ്ട് BJP-യിൽ പോവാ. എത്ര പേരെ വന്നു? കോൺഗ്രസ് ക്ഷണിച്ചുകൊണ്ട് വന്ന RSSന്റെ അടിമ സംഘം എത്ര തവണ രാത്രിയും രാവിലെയും ഇല്ലാതെ ഇവിടെ അടിമപ്പണി എടുത്തു? രോമത്തെ തൊടാൻ കഴിഞ്ഞോ കോൺഗ്രസ് നേതാവേ? ആകെ ഈ 2 സാധനങ്ങളുള്ളോ? രോമത്തെ തൊടാൻ പറ്റിയോ? ഞങ്ങൾ ഏതെങ്കിലും ഒരാളെ പിടിച്ചുകൊണ്ട് പോകാൻ പറ്റിയോ? ഒരു ചുക്കും സംഭവിച്ചില്ല. ഇനിയും ഞങ്ങൾ ആർജവത്തോടെ പറയുന്നു, ഒരു 10,000 തവണ SFI ആവട്ടെ, ROC ആവട്ടെ, RSSന്റെ അടിമ സംഘം കോൺഗ്രസുകാർ ക്ഷണിച്ചുകൊണ്ട് 1000 തവണ ഇങ്ങോട്ടേക്ക് വരട്ടെ, ഒരു പുല്ലും ഇവിടെ സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല. വർദ്ധിച്ച വീര്യത്തോടു കൂടെ തന്നെ RSSന്റെ അടിമ സംഘത്തെയും അതിന് ദാസ്യപ്പണി എടുക്കുന്ന കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഞരമ്പ് രോഗി സംഘത്തെയും ഞങ്ങൾ ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്തുകൊണ്ട് തന്നെ ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തും. ഇനി ഇൻക്ലൂസീവ്നെസ്സോ നാഷണൽ ഡെമോക്രസി എന്ന് പറയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണോ ഇന്ത്യ അലയൻസ് എന്ന് പറയുന്നത്? അല്പമൊക്കെ നിലവാരം വേണം. നിലവാരം BJP ആഫീസിൽ നിന്ന് കിട്ടുന്നില്ലെങ്കിൽ അത് കിട്ടുന്ന സ്ഥലത്ത് വല്ലതും പോയിട്ട് ഇരുന്ന് പഠിച്ചിട്ടാണെങ്കിലും അത് ആർജിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. നിനക്ക് ഇത്ര ബുദ്ധിയാ? 3000 അശ്ലീല സിനിമകളിൽ അഭിനയിച്ച് ആ സ്ത്രീകളെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ഒരു നേതാവ്, അയാളുടെ വക്കാലത്തുമായിട്ടല്ലേ ഇപ്പൊ ഈ ചർച്ച വന്നിരിക്കുന്നത്? ഞങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു ഗതികേടുണ്ടോ? ഇന്ത്യ സഖ്യത്തിന്റെ നേതാവിന്റെ ഗതികേട് ഇന്ത്യയിൽ വേറൊരു പാർട്ടിക്കും ഇല്ല. കേട്ടല്ലോ. ഈ തെണ്ടി എന്തിനാ അവിടെ കയറിയിരിക്കണേ? കോപ്പി നടത്തി ഡീബാർ ചെയ്യപ്പെട്ട കേസിൽ ശിക്ഷിക്കപ്പെട്ടാൽ അങ്ങ് തെരഞ്ഞെടുപ്പ് പരാജയത്തെ ചൂണ്ടിക്കാട്ടി തോറ്റുപോയോ ജയിച്ചുപോയോ എന്ന് പറഞ്ഞാണോ പരിഹസിക്കുന്നത്? അതാണ് അങ്ങയുടെ നിലവാരമെങ്കിൽ വയനാട് MP കാണുമ്പോൾ അങ്ങ് എന്താ വിളിക്കുന്നത്? അമ്മേട്ടി തോറ്റവനെ, അമ്മേട്ടി തോറ്റവനെ, അങ്ങനെയാണോ വിളിക്കുന്നത്? അയ്യോ, അവന് കിട്ടിയതൊന്നും പോരാ. അങ്ങയുടെ KPCC പ്രസിഡന്റ്, പഴയ പ്രസിഡന്റിനെ കാണുമ്പോൾ എന്താ വിളിക്കുന്നത്? എടക്കാട് 3 തവണ തോറ്റവനെ, എടക്കാട് 3 തവണ തോറ്റവനെ, അങ്ങനെയാണ് വിളിക്കുന്നത്. അങ്ങയുടെ മുൻ പ്രതിപക്ഷ നേതാവ് ഈ കരിമണൽ കള്ളക്കടത്തുകാരിൽ നിന്നും കാശ് വാങ്ങി എന്ന് സമ്മതിച്ച രമേശ് ചെന്നിത്തലയെ കാണുമ്പോൾ കോട്ടയത്ത് തോറ്റവനെ, കോട്ടയത്ത് തോറ്റവനെ, അങ്ങനെയാണോ അങ്ങ് വിളിക്കാറുള്ളത്? കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോലുള്ള ചാനൽ വന്നിരുന്ന് വായിൽ തോന്നുന്നതെല്ലാം കോതയ്ക്ക് പോയിട്ട് വിളിച്ചു പറയുന്ന ജെയ്സി തോമസ് ഞങ്ങളെ മര്യാദയൊന്നും പഠിപ്പിക്കണ്ട, നിങ്ങളെല്ലാം മര്യാദ പഠിക്കുന്നതും കാര്യങ്ങൾ പഠിക്കുന്നതും ഒക്കെ AKG സെന്ററിലെ PK ശശിമാരിൽ നിന്നും P ശശിമാരിൽ നിന്നും ഗോപി കോട്ടമുറിക്കൽ പോലുള്ള മഹാരഥന്മാരാണ്. എന്നോടൊന്നും തോന്നരുത്. എന്നെ കണ്ട ഒന്നും തോന്നില്ലല്ലോ. നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് എന്ത് നയമാണുള്ളത്, എന്ത് നിലപാടുള്ളത്? കാര്യം കിട്ടിയാൽ നിങ്ങളുടെ മുഖ്യമന്ത്രി എന്തും ഇവിടെ ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന സമരങ്ങൾ, വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇവിടെ സമരം ചെയ്ത നിങ്ങളുണ്ടല്ലോ, ആ വിദ്യാർത്ഥികളെ ഇന്ന് തെരുവോരങ്ങളിൽ ജോലിക്ക് വേണ്ടി തെണ്ടി അലയ്ക്കുകയാണ്. 3 പ്രാവശ്യം തോറ്റ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞത് ജയിക്കിന് വിഷമം ഉണ്ടാക്കിയതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഇപ്പൊ VS അച്യുതാനന്ദൻ തോറ്റിട്ടുണ്ട്, അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ തോറ്റ VS അച്യുതാനന്ദൻ ഞാൻ എപ്പോഴും പറയാറില്ല.
ഒരു ചർച്ച നടക്കുമ്പോൾ അതിന്റെ മര്യാദയെക്കുറിച്ച് പഠിപ്പിക്കാൻ വരുന്നവൻ ആദ്യം പോയിട്ട് ആദ്യം പറഞ്ഞത് എന്താണെന്ന് നോക്കണം. അവനൊന്നും അറിയില്ല താമോ. ആദ്യം ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് സ്വന്തം കാര്യം എന്താണെന്നുള്ളത് നോക്കണം. പിന്നെ ഞരമ്പ് രോഗി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഞരമ്പ് രോഗി ഒരു കേസിൽ തോറ്റാൽ അല്ലെങ്കിൽ കേസിൽ തിരിച്ചടി ഉണ്ടായാൽ ഞരമ്പ് രോഗി ആവണമെന്നുണ്ടെങ്കിൽ ഗണേഷ് കുമാർ സ്ഥിരമായിട്ട് വിളിക്കുന്ന ഞരമ്പ് രോഗി VS അച്യുതാനന്ദനാണെന്ന് അങ്ങ് സമ്മതിക്കുവോ ജയിക്കെ? കേസിൽ തോക്കുന്നതും അല്ലെങ്കിൽ കേസിൽ എവിടെയെങ്കിലും ഒരു എതിരായ വിധി ഉണ്ടാവുന്നവരെയും ഞരമ്പ് രോഗി എന്ന് വിളിക്കുമ്പോൾ സ്വന്തം ഞരമ്പിന് രോഗമുണ്ടോ എന്നുള്ളത് ജയിക്കൊന്ന് ചർച്ച കഴിഞ്ഞിരുന്ന് കേൾക്കണം. എന്നിട്ട് സ്വയം കണ്ണാടിയുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് മാന്യത എന്താണ് എന്ന് പഠിക്കുമോനെ ജയിക്കെ. പക്ഷേ ജെയ്സി തോമസ് 20/2/2019 കേന്ദ്ര സർക്കാരിന്റെ അറ്റോമിക് മിനറൽ കൺസഷൻ റൂൾസിൽ അമെന്റ്മെന്റ് വന്നില്ലായിരുന്നുവെങ്കിൽ ഇപ്പോ കർത്തായുടെ കമ്പനി ആറാട്ടുപുഴയിലും തൃക്കുന്നപ്പുഴയിലും ഒക്കെ ഖനനം നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കില്ലേ ഈ സമയത്ത്? നല്ല ചോദ്യം. അതിന് 2003 ഗവൺമെന്റ് ഉത്തരവ് ഇറക്കിയവന്മാരുടെ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. ഇപ്പോഴും ജീവനോട് ഇരിപ്പുണ്ടല്ലോ. അല്ല, ഇത് എന്റെ അപ്പനോട് പോയി പറയും എന്ന് പറയാൻ എനിക്ക് അറിയാമലായിട്ടല്ല. രാഷ്ട്രീയ ഞരമ്പ് രോഗി എന്ന പ്രതികരണം ഞാൻ അടിയുറച്ചു നിൽക്കുന്നു. അങ്ങയെ പൊള്ളിച്ചതിൽ അനൽപമായ സന്തോഷവും അതിഗംഭീരമായ ആശ്വാസവും എനിക്കുണ്ട്. കാരണം എന്താണ്, നമ്മുടെയൊക്കെ നാട്ടിൽ സ്ത്രീകളുടെ വസ്ത്രം അലക്കി ഉണക്കാനിട്ടാൽ അത് മോഷ്ടിച്ചോണ്ട് പോയി ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ്. കടത്തെടുക്കണമെന്ന് എന്റെ അടുക്കൽ വന്ന് പറഞ്ഞാൽ ഞാനാണെങ്കിൽ അടിച്ച് ചെവിക്കുറ്റിക്കടിക്കും. നിങ്ങൾ അവനെയൊക്കെ ശിരസിലെടുത്തുകൊണ്ട് ചർച്ചയിൽ എങ്ങനെ പങ്കെടുക്കേണ്ടതെന്ന് അറിയില്ല. ശരി നമ്മള് നല്ല വിഷയം എന്തൊക്കെ മേളായിരുന്നു.